തിരുവചനം തിരുവചനം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന ഒരു വചനഭാഗം ഇതാണ്. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ നമ്മൾ കാണുന്നൊരു വചനം. യേശുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, യേശു എന്ന് വച്ചാൽ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷ. പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പേരാണ് യേശു. അങ്ങനെയാണെങ്കിൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. 1-ാം അധ്യായം 18, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അപ്പോൾ യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ കടന്നു വരാൻ ഇപ്രകാരം ഉള്ള ഒരു ജീവിതം, ഇപ്രകാരമുള്ള ഒരു മനോഭാവം സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, രക്ഷയുടെ പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണെന്ന് അറിയണമെങ്കിൽ എന്തായിരുന്നു മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം എന്നറിയണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ തലക്കെട്ട് ഇതാണ്: മനുഷ്യൻ്റെ പതനം. മനുഷ്യൻ്റെ പതനം എന്നതാണ് ആ അധ്യായത്തിൻ്റെ തലക്കെട്ട്. അവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ദൈവം ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോൾ ആദം മറുപടി പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നത് കൊണ്ട് ഞാൻ ഒളിച്ചതാണ്. ദൈവം ചോദിച്ചു, നീ നഗ്നനാണ് എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ തിന്നരുത് എന്ന് കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ? ദൈവത്തിൻ്റെ ചോദ്യം ഇതായിരുന്നു, ഞാൻ അരുതെന്ന് കൽപ്പിച്ചത് നീ ചെയ്തോ? പ്രിയപ്പെട്ടവരെ, ഇതാണ് മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ, മനുഷ്യൻ്റെ പതനത്തിൻ്റെ കാരണമെങ്കിൽ രക്ഷയുടെ കാരണം എന്താണ്? രക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? നമ്മൾ കാണും, യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിൽ മത്തായി പഠിപ്പിക്കുന്നൊരു കാര്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 1:24, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. എന്തായിരുന്നു മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം? ദൈവം കൽപ്പിച്ചത് ചെയ്യാതിരുന്നതാണ് മനുഷ്യൻ്റെ അധപ്പതനത്തിൻ്റെ കാരണം. എങ്കിൽ അതിൻ്റെ രക്ഷയുടെ കാരണമാണ് ഇവിടെ പറയുന്നത്. യേശുവിലൂടെ പിതാവ് ഒരുക്കിയ രക്ഷ കടന്നു വരണമെങ്കിൽ ഇപ്രകാരമായിരുന്നു. എന്താണ്? ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൈവത്തിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരു ജീവിതത്തിൽ രക്ഷ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു ജീവിതമോ ഒരു കുടുംബമോ ഒരു സമൂഹമോ തകരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മളുടെ ദൈവകൽപ്പനകളോടുള്ള, ദൈവസ്വരത്തോടുള്ള അവഗണനയാണ്. എവിടെയൊക്കെ മനുഷ്യൻ്റെ പതനം ബൈബിൾ പഠിപ്പിക്കുന്നുണ്ടോ, എവിടെയൊക്കെ മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ച് ബൈബിൾ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ടോ, അവിടെയെല്ലാം ഒരു ദൈവകൽപ്പനയുടെ ലംഘനമുണ്ട്. അവിടെയെല്ലാം ദൈവഹിതത്തിന് എതിരായിട്ട് മനുഷ്യൻ സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എവിടെയൊക്കെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയെല്ലാം പ്രിയപ്പെട്ടവരെ അനുസരിക്കുന്ന മക്കളുണ്ട്. എവിടെയൊക്കെ ബൈബിൾ ആരുടെയൊക്കെ ജീവിതത്തിൽ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയൊക്കെ അനുസരിക്കുന്ന മക്കളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിലാകട്ടെ, ദാമ്പത്യ ജീവിതത്തിലാകട്ടെ, സമർപ്പിത ജീവിതത്തിലാകട്ടെ, സഭാ ജീവിതത്തിലാകട്ടെ, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുടെ കുറവല്ല, മറിച്ച് നമ്മൾ അനുസരിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. ദൈവം ചോദിച്ചു, നീ എവിടെയാണ്? എവിടെയാണ് എന്ന ചോദ്യം വിരൽ ചൂണ്ടുന്ന എന്തിലേക്കാ? ഞാൻ നിന്നെ നിർത്തിയെടുത്ത് നീ ഇല്ല. ഇതാണ് വലിയ അപകടം എന്ന് പറയുന്നത്. ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ വലിയ അപകടം. ദൈവം നിർത്തിയത് എവിടെയാ? ദൈവം നിർത്തിയത് ഏദൻ തോട്ടത്തിലാണ്. നമ്മൾ ഏദൻ തോട്ടത്തിൻ്റെ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ, ഏദൻ തോട്ടത്തിൻ്റെ അർത്ഥം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് അനുഗ്രഹങ്ങളുടെ സ്ഥലം, സന്തോഷത്തിൻ്റെ സ്ഥലം, ആനന്ദത്തിൻ്റെ സ്ഥലം എന്നൊക്കെയാണ്. അത് സന്തോഷത്തിൻ്റെ സ്ഥലമാണ്, ആനന്ദത്തിൻ്റെ സ്ഥലമാണ്, സുരക്ഷിതത്വത്തിൻ്റെ സ്ഥലമാണ്, അത് ദൈവകൃപയുടെ സ്ഥലമാണ്, അത് ആനന്ദത്തിൻ്റെ സ്ഥലമെന്നാണ് കൃത്യമായ നിർവചനം, സന്തോഷത്തിൻ്റെ സ്ഥലമെന്നാണ് കൃത്യമായ നിർവചനം. അങ്ങനെയാണെങ്കിൽ ദൈവം ചോദിക്കുന്നത്, ഞാൻ നിന്നെ നിർത്തിയെടുത്ത് നീ ഇല്ല. ഞാൻ നിന്നെ നിർത്തിയത് ആനന്ദത്തിൻ്റെ സ്ഥലത്താണ്, ഞാൻ നിന്നെ നിർത്തിയത് സന്തോഷത്തിൻ്റെ സ്ഥലത്താണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഒരു കുടുംബത്തെ നിർത്തുന്നത്, ദൈവം ഒരു ദാമ്പത്യ ജീവിതത്തെ നിർത്തുന്നത്, ദൈവം ഒരു സമർപ്പിത ജീവിതത്തെ നിർത്തുന്നത് ആനന്ദത്തിൻ്റെ ഭൂമിയിലാണ്. ദൈവം ആഗ്രഹിക്കുന്നത് ആ സമർപ്പിത ജീവിതത്തിൻ്റെ, ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ, ആ കുടുംബ ജീവിതത്തിൻ്റെ ആനന്ദം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാകണം എന്നതാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ, എന്തുകൊണ്ട് ദാമ്പത്യ ജീവിതം, എന്തുകൊണ്ട് സമർപ്പിത പൗരോഹിത ജീവിതങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു, അധപ്പതിക്കുന്നു? അധപ്പതനത്തിൻ്റെ കാരണം അന്വേഷിച്ച് എങ്ങും പോകേണ്ട കാര്യമില്ല. അധപ്പതനത്തിൻ്റെ പിന്നിൽ ഒരു ദൈവഹിതത്തിൻ്റെ ലംഘനമുണ്ട്. അധപ്പതനത്തിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ഒരു ദൈവഹിതത്തിൻ്റെ ലംഘനം നമ്മൾ കണ്ടുമുട്ടുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. കണ്ടോ, ഈശോ എങ്ങനെ നിൽക്കുന്നു പിതാവിനോടൊപ്പം? ഈശോ പിതാവിനോടൊപ്പം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഈശോ പറയുക. ഈശോയും പിതാവുമായിട്ടുള്ള ബന്ധം ഈശോ എപ്പോഴും പറയും, മൈ ഫാദർ ഈസ് ഓൾവേസ് വിത്ത് മീ. എൻ്റെ പിതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഞാൻ തനിച്ചല്ല. അതിനൊരു കാരണമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ പിതാവിന് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ഹിതം പൂർത്തിയാക്കുക എന്നതാണ് എൻ്റെ ഭക്ഷണം പോലും. കണ്ടോ, യേശുവിൻ്റെ ശ്വാസം, യേശുവിൻ്റെ ഹൃദയമെടുപ്പ്, ഓരോ ഹൃദയമെടുപ്പും പിതാവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ടാണ്. അതാണ് ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പന എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു കാര്യം ഇതാണ്, അത് ഒരു കുറേ നിബന്ധനകൾ. അതല്ല, ദൈവകൽപ്പന ഇറ്റ് കംസ് ഫ്രം ദ ഹാർട്ട് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. ദൈവത്തിൻ്റെ സ്നേഹമാണത്, ദൈവത്തിൻ്റെ ഹൃദയമാണത്. പ്രിയപ്പെട്ടവരെ, ഈശോ എന്താ പറഞ്ഞത്? ഞാൻ എങ്ങനെയാണ് എൻ്റെ പിതാവുമായിട്ട് നിലനിൽക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ചാണ് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത്. ഇതുപോലെ നിങ്ങൾ എൻ്റെ കൽപ്പന പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇനി എന്തിനാണ് ഇത് ഈശോ നിങ്ങളോട് പറഞ്ഞത്? അതാണ് നമ്മൾ വളരെ വ്യക്തമാക്കേണ്ടത്. എന്തിന് ഈശോ ഇത് പറഞ്ഞു? ഈശോ ഒരു കാര്യം വെറുതെ പറയുന്നില്ല. എന്തിന് ഈശോ ഇപ്പോൾ ഇത് പറഞ്ഞു? ഈശോ പറയുകയാണ്, ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. 11-ാമത്തെ വചനം, ഞാൻ ഇത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. കണ്ടോ, എവിടെയാണ് മനുഷ്യൻ്റെ അധപ്പതനം തുടങ്ങിയത്? അവന് സന്തോഷമുള്ള ഇടം നഷ്ടപ്പെട്ടു, അവൻ ആനന്ദമുള്ള ഇടം നഷ്ടപ്പെട്ടു. അവന് ആനന്ദമുള്ള ഇടത്തിലാണ് ദൈവം നിർത്തിയത്. സകല സമൃദ്ധിയുടെയും ഭൂമിയിലാണ് ദൈവം അവനെ നിർത്തിയത്. സകല സന്തോഷങ്ങളുടെയും നടുവിലാണ് ദൈവം അവനെ നിർത്തിയത്. പക്ഷേ അവൻ എവിടെയാണ് നഷ്ടപ്പെട്ടത്? അവൻ ദൈവകൽപ്പനകൾ ധിക്കരിച്ചു, അവൻ ദൈവകൽപ്പനകൾ മറന്നു, അവൻ ദൈവഹിതത്തിനെതിരായിട്ട് മാറി, അവൻ ദൈവഹിതത്തിനെതിരായിട്ട് സഞ്ചരിച്ചു. ഇതാണ് അവൻ ആനന്ദമുള്ള സ്ഥലത്തുനിന്ന്, സന്തോഷമുള്ള സ്ഥലത്തുനിന്ന്, സമൃദ്ധിയുള്ള സ്ഥലത്തുനിന്ന്, സകല സൗഭാഗ്യങ്ങളുടെയും സ്ഥലത്തുനിന്ന് അവൻ മാറാൻ കാരണം. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ അയാൾ സന്തോഷത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ, അയാൾ യഥാർത്ഥ സമാധാനത്തിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ, അയാൾ യഥാർത്ഥ സമൃദ്ധിയിൽ നിന്ന് അകന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ദൈവഹിതത്തിനെതിരായ പ്രവൃത്തി കാണും. അതിൻ്റെ പിന്നിൽ ഒരു ദൈവഹിതത്തിനെതിരായ പ്രവൃത്തി ഉറപ്പായിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ സന്തോഷം തേടുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ഒരു ആനന്ദം തേടുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഓടുന്നുണ്ട്. പല കാര്യങ്ങൾ നമുക്ക് സന്തോഷം തരുമെന്ന്. അത് ജോലിയായിരിക്കാം, അത് പ്രിയപ്പെട്ടവരെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമായിരിക്കാം, അത് ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷമായിരിക്കാം, അത് മക്കളുമായിട്ടുള്ള ബന്ധത്തിലെ സന്തോഷമായിരിക്കാം. ഏത് സന്തോഷവും നമ്മുടെ ജീവിതത്തെ പൊതിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, നമ്മൾ ദൈവഹിതത്തിന് വിധേയപ്പെടുക എന്നതാണ്. ഏത് സന്തോഷവും. അപ്പോൾ ഈശോ എന്തിനിത് പറയുന്നു? നിങ്ങൾ എൻ്റെ സന്തോഷം നിങ്ങളിൽ ഉണ്ടാകാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും നഷ്ടപ്പെടുന്നത് ഈ ദൈവിക സന്തോഷമാണ്. ഒരുപാട് സമ്പത്തിൻ്റെ മധ്യത്തിലും ഒരുപാട് ബന്ധങ്ങളുടെ മധ്യത്തിലും നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും വലിയ അപകടം. ഒരു സമർപ്പിതനാണെങ്കിൽ, ഒരു സമർപ്പിതയാണെങ്കിൽ ആ സമർപ്പിത ജീവിതത്തിൻ്റെ ആനന്ദമുണ്ട്. എവിടെയാണ് നിനക്ക് നിന്റെ പൗരോഹിത്യത്തിൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ ആനന്ദം നഷ്ടപ്പെടുന്നത്?
ഒരു കാര്യം ഉറപ്പാണ്, ഒരാൾക്ക് സമർപ്പിത ജീവിതത്തിൻ്റെ ആകട്ടെ, പൗരോഹിത്യ ജീവിതത്തിൻ്റെ ആകട്ടെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ആകട്ടെ, വിശ്വാസ ജീവിതത്തിൻ്റെ ആകട്ടെ, ആനന്ദം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ഒരു ദൈവഹിതത്തിന് എതിരായ ചില പ്രവൃത്തികളുണ്ട്. പ്രിയപ്പെട്ടവർ, ഇതാണ് നമ്മളോട് പരിശുദ്ധാത്മാവ് ഇന്ന് ഈ വചന ശുശ്രൂഷയിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ജോഷുവ പ്രവാചകന്റെ പുസ്തകമാണ്. ജോഷുവ പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്കറിയാം, ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു വാഗ്ദാനം ഇതാണ്: ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു. 7-ാം അധ്യായം ഇങ്ങനെയാണ്: ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. അടുത്ത വചനം: എൻ്റെ കൽപ്പന അവർ ലംഘിച്ചു, നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി, താങ്കളുടെ സാമാനങ്ങളുടെ കൂടെ വച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തിന് ശത്രുക്കളെ ചെറുത്തു നിൽക്കുവാൻ സാധിക്കുന്നില്ല. അവരുടെ മുമ്പിൽ തോറ്റ് പിന്മാറുന്നു. എന്നാൽ അവർ, ആ വചനം ശ്രദ്ധിക്കണം, അവർ ആര്? ഇസ്രായേൽ ജനം നശിപ്പിക്കപ്പെടുവാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. കണ്ടോ, ദൈവത്തിൻ്റെ സ്വന്തം ജനം, ദൈവം ആശീർവദിച്ച ജനം, ദൈവം എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ ജനം, ഇപ്പോൾ വചനം പറയുകയാണ്, അവർ ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു. അവർ ഒരു വസ്തുവിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു. അവരൊരു വസ്തു. എന്തിനുള്ള വസ്തു? നശിപ്പിക്കപ്പെടാൻ, പരാജയപ്പെടാൻ, മറ്റുള്ളവരാൽ ദ്രോഹിക്കപ്പെടാൻ ഉള്ള ഒരു വസ്തുവായി അവർ മാറിയിരിക്കുന്നു. അവരാരായിരുന്നു? ദൈവം ചങ്കോട് ചേർത്ത് പിടിച്ച ജനം, ദൈവം കൈവെള്ളയിൽ എന്നതുപോലെ സൂക്ഷിച്ച ജനം, ദൈവം പൊതിഞ്ഞു പിടിച്ച ജനം, ദൈവം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് എപ്പോഴും ദൈവം കൂടെ നടന്ന ഒരു ജനം. ദൈവം അവർ പോകുന്നിടത്തെല്ലാം, നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ കൂടെ വരും. ഇതായിരുന്നു വാഗ്ദാനം, അല്ലേ? ഇതായിരുന്നു പുറപ്പാട് 33:14. നിങ്ങൾ പോകുന്നിടത്തെല്ലാം വരും, ഞാൻ നിങ്ങളുടെ കൂടെ വരും. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ പറയുകയാണ്, ആ ജനമാണ് പരാജയപ്പെടാനുള്ള ജനമായിരിക്കുന്നത്. ആ ജനമാണ് പ്രിയപ്പെട്ടവരെ തോൽപ്പിക്കപ്പെടാനുള്ള ജനമായത്. ആ ജനമാണ് അപമാനിക്കപ്പെടുന്നത്. എന്താണ് കാരണം? കാരണം ഇത്രയേ ഉള്ളൂ: ദൈവം അരുതെന്ന് പറഞ്ഞത് ചെയ്തു. നമ്മളുടെ എല്ലാവരുടെയും ഒരു ദാമ്പത്യ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ഒരു സമർപ്പിത ജീവിതത്തിലെ പരാജയത്തിൻ്റെ പിന്നിലെ കാരണം എന്താണ്? ദൈവം അരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണ്. ദൈവം അരുത് എന്ന് പറയുന്നത് ചെയ്യുന്നതാണ്. ഇന്ന് സംഭവിക്കുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. നമ്മൾ ഓർത്ത് വെക്കുക, നമ്മുടെയൊക്കെ ബുദ്ധി പറഞ്ഞു തരുന്നൊരു കാര്യമുണ്ട്. പക്ഷെ നമ്മുടെ ബുദ്ധി പറഞ്ഞു തരുന്നൊരു കാര്യത്തിന് പിന്നാലെ നമ്മൾ പോകുമ്പോൾ ഓർക്കണം, അവിടെ ദൈവഹിതം, ദൈവികമായ ഇഷ്ടം അവിടെ ഇല്ലാതാവുന്നുണ്ടോ? ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, യേശുവിൻ്റെ രക്ഷയെക്കുറിച്ച് പറയുക, ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ ചെയ്തു. അപ്പോൾ ഈ ജോസഫിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നത്? ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന കാര്യം ഇതാണ്: കാരണം താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഇതാ ഗർഭിണിയാണെന്നറിയുന്നു, അവളെ ഉപേക്ഷിക്കുവാൻ തീരുമാനമെടുക്കുന്നു. ഇതാണ് ഒരാളുടെ ഉള്ളിൽ, ജോസഫിൻ്റെ ഉള്ളിലെ വികാരം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചില ഇഷ്ടങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ബുദ്ധി പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളുടെ ചില ചേതനകളിൽ നമ്മൾ നയിക്കപ്പെടുന്ന രീതികളുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔസേപ്പിതാവിന് ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു. എന്തിനാണ് ഫ്രീഡം? ഫ്രീഡം ഇതാണ്: മറിയത്തെ ഉപേക്ഷിക്കാനുള്ള ഫ്രീഡം. ഈ ഫ്രീഡം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ട്, വ്യക്തി സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഇന്ന് ദാമ്പത്യ ജീവിതത്തിലാകട്ടെ, സമർപ്പിത ജീവിതത്തിലാകട്ടെ, പൗരോഹിത്യ ജീവിതത്തിലാകട്ടെ, സഭയിലാകട്ടെ, എല്ലാവരും പറയുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ്, അല്ലേ? എല്ലായിടത്തും സ്വാതന്ത്ര്യത്തെക്കുറിച്ച്. എനിക്ക് ഫ്രീഡം ഇല്ലേ? എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമില്ലേ? ഒക്കെ ഒരു ഭർത്താവ് എന്ന നിലയിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. ഇതിന് സംശയമൊന്നുമില്ല. ഔസേപ്പിതാവിന്, ജോസഫിന് ആ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അവളെ ഉപേക്ഷിക്കുവാൻ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുകയാണ്. അവിടെ നമ്മൾ ഓർക്കുക, അവിടെ ഒരു ബലിയുണ്ട്, അവിടെ ഒരു ബലിയുണ്ട്. അവിടെ സ്വന്തം ഇഷ്ടം അവിടെ ഇല്ലാതാകുന്നുണ്ട്. മറിയം എന്താ പറഞ്ഞത്? മറിയം പറഞ്ഞത് എന്താ? നമ്മളവർക്ക് രക്ഷ കടന്നു വരുന്നത് എവിടെയാ? മറിയം എന്താ പറഞ്ഞത്? ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് വെച്ചാൽ അത് മറിയത്തിൻ്റെ ഇഷ്ടമായിരുന്നില്ല എന്നുകൂടി അർത്ഥമുണ്ടല്ലോ, അല്ലേ? മറിയത്തിൻ്റെ ഇഷ്ടമായിരുന്നു. മറിയത്തിൻ്റെ ഇഷ്ടം എന്തായിരിക്കും? വേറെ ഇഷ്ടമായിരിക്കും. ഒരു വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പം ജീവിച്ച് ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവുക. ഇതൊക്കെ ആയിരിക്കും ഒരു സ്വാഭാവിക തലത്തിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത്.
അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ബൈബിൾ എവിടെയൊക്കെ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ടോ അവിടെയൊക്കെ സ്വന്തം താല്പര്യങ്ങളും ഇഷ്ടങ്ങളും മാറ്റിവെച്ചവരുണ്ട്. ഇനി ചിന്തിക്ക് നമ്മുടെ കുടുംബത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താ? നമ്മുടെ സഭയിലെ യഥാർത്ഥ പ്രശ്നം എന്താ? നമ്മുടെ സമർപ്പിത ജീവിതത്തിലെ യഥാർത്ഥ പ്രശ്നം എന്താ? നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നില്ല, നമ്മുടെ തീരുമാനങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നില്ല, നമ്മുടെ താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ പറ്റുന്നില്ല, ഒരു ദൈവ താല്പര്യത്തിന് ദൈവഹിതത്തിന് വിധേയപ്പെടാൻ പറ്റുന്നില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടമായിട്ട് ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തിലോ സമർപ്പിത ജീവിതത്തിലോ ദാമ്പത്യ ജീവിതത്തിലോ അസ്വസ്ഥപ്പെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സമാധാനമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ, നമ്മൾ സന്തോഷമില്ലാതെ മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം ഗൗനിക്കണം, ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതായിട്ട് ചിന്തിക്കണം. അവിടെ എന്താണ് നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്നത്? എന്താണ് നമ്മുടെ യഥാർത്ഥമായ ആനന്ദം നഷ്ടപ്പെടുന്നത്? ഏത് കുടുംബമാണ് സന്തോഷത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത്? മറ്റൊന്നും കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ ഇഷ്ടത്തെ, ദൈവത്തിൻ്റെ ഹിതത്തെ ധിക്കരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ ധിക്കരിക്കുന്നത് ആണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ പറയുന്നു, മനുഷ്യൻ ഇതാ ദൈവത്തിൻ്റെ കൽപ്പന തെറ്റിച്ചു. അതാണ് മനുഷ്യൻ്റെ അധപ്പതനത്തിന് കാരണം. അതാണ് അവൻ ഏതിൽ നിന്ന് പുറത്താകാനുള്ള കാരണം. എങ്കിൽ ഒരു കാര്യം ഓർക്കുക, എങ്കിൽ യേശുവിലൂടെ പിതാവ് ഒരിക്കൽ രക്ഷ കടന്നു വരുമ്പോൾ ഓർക്കേണ്ട കാര്യം ഇതാണ്. അവിടെയെല്ലാം നമ്മൾ കാണുന്നത്, മറിയത്തിൽ നമ്മൾ കാണുന്നത്, ജോസഫിൽ നമ്മൾ കാണുന്നത്, എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. ഇതാണ് നമ്മൾ കാണുന്നത്, ഇതാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. ഈശോ രക്തം വീർത്ത് പ്രാർത്ഥിച്ചത് എന്തിനാ? നമ്മുടെ പ്രാർത്ഥന പോലും എന്തിനാകണം? നമ്മുടെ അധികം പേരുടെയും പ്രാർത്ഥന എന്താണെന്നറിയാവോ? നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന നമുക്ക് ആനന്ദം തരാത്തത്. അതാണ് പ്രാർത്ഥനയുടെ അപ്പുറത്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാകാത്തതിൻ്റെ കാരണം. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം നമ്മുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയുള്ളതാണ്. ഈശോയുടെ പ്രാർത്ഥന അതല്ലായിരുന്നു. ഈശോയുടെ പ്രാർത്ഥന എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറട്ടെ, അതായിരുന്നു. പിതാവേ, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. അവൻ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു ദൂതൻ അടുത്തു വന്നു എന്നൊക്കെ സുവിശേഷം പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? പ്രിയപ്പെട്ടവരെ, അവനെ പൊതിഞ്ഞു പിടിക്കാനാ. അപ്പോൾ ഒരു ദൂതൻ അടുത്ത് വരുന്നു, ഒരു ദൈവികമായ സാന്നിധ്യം അടുത്തേക്ക് വരുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്ക് ദൈവ സാന്നിധ്യം കിട്ടുന്നില്ല, നമ്മുടെ പ്രാർത്ഥനയിൽ നമുക്കൊരു ആനന്ദം കിട്ടുന്നില്ല. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ ഭാരമാണ്. പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വലിയ ആകുലതയാണ്. കാരണം ഇതാണ്, നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും ചെന്ന് അവസാനിക്കുന്നത് നമ്മളുടെ ഇഷ്ടം നടക്കണം എന്നുള്ളതിലാണ്. അതല്ലേ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയൊന്ന് പരിശോധിച്ച് നോക്ക്. നമ്മുടെ ആത്മീയ കാര്യങ്ങളുടെ പിന്നിലെ പ്രേരകശക്തി എന്താ? നമ്മളുടെ ഇഷ്ടം നടക്കണം. നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് ഓടുകയാണ്, ഭയങ്കരമായിട്ട് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി ഓടുകയാണ്. അതിനുവേണ്ടിയാണ് നമ്മളെല്ലാം, നമ്മുടെ ആത്മീയതയെ മുഴുവനും നമ്മൾ ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത് നമ്മളുടെ ഇഷ്ടം നടക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആത്മീയതയുടെ മുഴുവൻ ലക്ഷ്യമാകുന്നത് നമ്മുടെ ചില കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടിയാണ്. നമ്മുടെ വലിയൊരു തെറ്റ് അതാണ്. ആത്മീയതയിൽ വന്ന വലിയൊരു അപകടം എന്ന് പറയുന്നത് അതാണ്. ആത്മീയത എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരുപാട് പേരെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടത്തിൻ്റെ നടക്കാനുള്ള വഴി അതല്ല ബൈബിളിൽ പ്രാർത്ഥന എന്ന് പറയുന്നത്. ബൈബിൾ പ്രാർത്ഥന എന്ന് പറയുന്നത് എല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാനുള്ള ഒരു വസ്തുതയാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടാനുള്ള ഒരു സാധ്യതയാണ് ബൈബിളിൽ ഉറപ്പായിട്ടും. പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രാർത്ഥനകളും അതാണ്. ബൈബിളിലെ എല്ലാ പ്രാർത്ഥനകളും. ഇവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കേണ്ടതും പരിശോധിക്കേണ്ടതുമായൊരു കാര്യം ഇതാണ്. ദൈവഹിതത്തിനെതിരായ എന്ത് സാധ്യതയാണ് നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നത്? ദൈവഹിതത്തിനെതിരായ എന്ത് മനോഭാവമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്? ദൈവമരുതെന്ന് പറഞ്ഞ് എന്താണ് നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ളത്? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലെ, നമ്മുടെ സമർപ്പിത ജീവിതത്തിലെ, നമ്മുടെ കുടുംബ ജീവിതത്തിലെ സന്തോഷം എല്ലാം മാറാൻ കാരണം. അല്ലാതെ പ്രാർത്ഥിക്കാത്തതല്ല. ഇനി നമ്മൾ കുർബാന പോലും നോക്കിക്കേ. കുർബാന എന്താണ്? അവൻ മരണം വരെ അനുസരണയുള്ളവനായി. കണ്ടോ? അവിടെയാണ് ദിവ്യകാരുണ്യം. കുർബാന ബലിയാണ്, ഈശോയുടെ ബലിയാണ് കുർബാന. എന്താ വചനം പറയുന്നത്? അവൻ മരണം വരെ അനുസരണയുള്ളവനായി. അവൻ മരണം വരെ അനുസരണയുള്ളവനായിട്ട് മാറി. കണ്ടോ? ഒരു ബലിയാകുന്നത്, ഒരു കുർബാന വരുന്നത് എപ്പോഴാണ്? ദിവ്യകാരുണ്യം രൂപപ്പെട്ടത് എപ്പോഴാണ്? അവൻ മരണം വരെ അനുസരണയുള്ളവനായി മാറിയപ്പോഴാണ്. അവൻ മരണം വരെ അനുസരണയുള്ളപ്പോഴാണ്. അപ്പോൾ ഈ ബൈബിളിൽ നമ്മൾ ഓർക്കുക, രക്ഷാകര ചരിത്രം എന്താണ്? ബൈബിളിലെ രക്ഷാകര ചരിത്രം സമം അത് അനുസരണത്തിൻ്റെ ചരിത്രമാണ്.
അത് സമർപ്പണത്തിൻ്റെ ചരിത്രമാണ്. രക്ഷ എവിടെ ബൈബിളിലുണ്ടോ അവിടെ എല്ലാം അനുസരണം ഉണ്ട്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ എല്ലാം എന്തിനെ അനുസരിക്കുന്നു? ദൈവഹിതത്തെ അനുസരിക്കുന്നു. എന്തിന് വിധേയപ്പെടുന്നു? എന്തിന് സമർപ്പിക്കുന്നു? ദൈവഹിതത്തിന് വിധേയപ്പെടുന്നു, ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് യഥാർത്ഥമായ ഒരു ദൈവിക ഇടപെടൽ, ഒരു രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അവിടെയാണ് യഥാർത്ഥമായ ഒരു രക്ഷ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഒരാളുടെ അധപ്പതനത്തിൻ്റെ പിന്നിൽ, ഒരാളുടെ പതനത്തിൻ്റെ പിന്നിൽ ഉറപ്പായിട്ടും ഒരു അനുസരണക്കേടിൻ്റെ ചരിത്രമുണ്ട്. അനുസരണക്കേടിൻ്റെ ചരിത്രം ഉറപ്പാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പേര്, ഒരുപാട് കുടുംബങ്ങൾ നമുക്കറിയാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. ഒരുപാട് വ്യക്തികൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. സഭാ സമൂഹങ്ങൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു. എന്തായിരിക്കും കാരണം? നമ്മളെല്ലാവരും മുറുകെ പിടിക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിലാണ്. എല്ലാവരും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ താല്പര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, എവിടെ നമ്മുടെ താല്പര്യം ബലിയാകുന്നുവോ അവിടെ രക്ഷയുണ്ട്. എവിടെ നമ്മുടെ ഇഷ്ടങ്ങൾ ബലിയാകുന്നുവോ അവിടെ രക്ഷയുണ്ട്. ഈശോ പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തിയാക്കാനാണ്. ഇതാണ് ഈശോയുടെ മനസ്സ്. നമ്മൾ ഈ ഈശോയിലേക്ക് വളരുക, ഈശോയിലേക്ക് നമ്മൾ വളരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈശോയിലേക്ക് വളരുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെല്ലാവരും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകണം. ഈ സന്തോഷം ദൈവം എടുത്തു കളയുന്നതല്ല. ആദത്തെയും ഹവ്വായെയും ഏദനിൽ നിന്ന് പുറത്താക്കിയത്, സന്തോഷമുള്ള ഇടത്തുനിന്ന് പുറത്താക്കിയത് ദൈവമല്ല. എന്താ? ദൈവം വന്ന് നോക്കുന്നത് എന്താ? അവരവിടെ ഉണ്ടോ? അവരവിടെ ഇല്ല. ദൈവം നിർത്തിയെടുത്ത് അവരവിടെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ദൈവമല്ല. ദൈവം വരുന്നുവെന്ന് കേട്ടപ്പോൾ അവരോടിപ്പോയി, അവരോടി ഒളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിലെ സന്തോഷം എടുത്തു കളയുന്നത് ആരാണ്? അത് പ്രിയപ്പെട്ടവരെ പിശാചാണ്. പിശാചാണ് ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്തോഷം ഉണ്ടാകരുത്. ദൈവം നമ്മളെ അന്വേഷിച്ചെത്തുന്നത് സന്തോഷമുള്ള ഇടത്താണ്. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്, ദൈവം ആദത്തെയും ഹവ്വായെയും കാണാൻ ആഗ്രഹിച്ചത് സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ ഏദൻ തോട്ടത്തിലാണ്. എല്ലാ കുടുംബങ്ങളെയും, എല്ലാ സമർപ്പിത ജീവിതങ്ങളെയും, എല്ലാ പൗരോഹിത ജീവിതങ്ങളെയും, എല്ലാ ദാമ്പത്യ ജീവിതങ്ങളെയും ദൈവം കാണാൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തിൻ്റെ ഇടത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ആ സന്തോഷത്തിൻ്റെ ഇടത്തിലേക്ക് തിരിയണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ: നമ്മളായിരിക്കുന്നിടങ്ങളിൽ ദൈവഹിതത്തെ, ദൈവസ്വരത്തെ, ദൈവീയ കൽപ്പനകളെ അനുസരിക്കുന്നവരായിട്ട് മാറുക. അതാണ് ഈശോ പറയുന്നത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനോടൊപ്പം യേശുവായിരിക്കുന്നത് പോലെ നമ്മളും ആ ദൈവകൽപ്പനകൾ, ദൈവഹിതത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ഈശോയോടൊപ്പമായിരിക്കുവാൻ, അതുവഴി ഈശോ നമ്മുടെ ജീവിതത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്ന ആത്മീയ, ആ വലിയ കൃപയുടെ ആ സന്തോഷത്തിലേക്ക് നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ സ്വകാര്യതയും വളരപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.